ഹലോ, വെൽക്കം ബാക്ക് ടു അഷു ബ്ലോഗ്സ്. അങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു വീക്കെൻഡാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് നടക്കാനൊക്കെ ഇറങ്ങുകയാണ്. കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. പുറത്തോട്ട് നടക്കാൻ ഇറങ്ങിയിട്ടും കുറച്ച് ദിവസമായി. കോർണിഷിലോട്ടൊക്കെ ഒന്ന് പോകണം. അതോടൊപ്പം തന്നെ അച്ചൂട്ടൻ്റെ സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഈ ആഴ്ച. അപ്പോൾ അച്ചൂട്ടൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കണം. 2 മാസത്തോളമായി മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ട്. ഒരുപാടൊന്നും വെട്ടുന്നില്ല, ജസ്റ്റ് രണ്ടുപേരുടെയും ഒന്ന് ഷേപ്പ് ചെയ്യുന്നു. ദിച്ചൂട്ടിൻ്റെ മുടി നമുക്കൊന്ന് വളർത്തണം എന്നാണ് ആഗ്രഹം. അപ്പം ജസ്റ്റ് ബാക്ക് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അച്ഛൻ്റെ മുടി വെട്ടുന്നത് അച്ഛന് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ 2 മാസത്തെ ഡിലേ വന്നത് തന്നെ. നാട്ടിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോഴാണ് ഒന്ന് ജസ്റ്റ് മുടി വെട്ടിയത് അവൻ്റെ. എന്തായാലും അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സ്കൂളിലൊക്കെ പോകേണ്ടതാണ്, ഒന്ന് ഷേപ്പ് ചെയ്യണമെന്നൊക്കെ. അങ്ങനെ ദിച്ചുവിൻ്റെ മുടിവെട്ടിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലൊക്കെ ഒന്ന് ട്രിം ചെയ്തു, അതേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ അച്ചുടുവിൻ്റെ മുടി വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അച്ചേട്ടൻ അത്ര ഹാപ്പി അല്ല മുടി വെട്ടുന്നതിൽ. മുഖമൊക്കെ വീർപ്പിച്ച് കെട്ടിയിരിക്കുകയാണ്. എന്നാലും വെട്ടിയല്ലേ പറ്റൂ എന്നുള്ള ഇതിലിരിക്കുകയാണ്. അടിപൊളി, സൂപ്പർ. മുടിവെട്ടലൊക്കെ കഴിഞ്ഞു. നേരെ കോർണിഷിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ചേട്ടന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്യൂസും കുറച്ച് ചിപ്സൊക്കെ മേടിച്ചിട്ട് കോർണിഷിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് നമ്മുടെ കോർണിഷ്. പലരും ഇതിന് മുന്നേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കോർണിഷിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സന്ധ്യ ആവാൻ പോവാണ്. ഇതാണ് ആ സന്ധ്യ സമയത്തുള്ള കോർണിഷിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണത്. നമ്മളെത്ര ടെൻഷനിലാണെങ്കിലും നമുക്ക് ഇവിടെ വന്നൊന്ന് ഇവിടുത്തെ ഇവിടുത്തെ കാഴ്ചയും ഇവിടുത്തെ ആ കാറ്റൊക്കെ കൊള്ളുമ്പോൾ പകുതി ആശ്വാസമാവും. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പണ്ടൊക്കെ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുമായിരുന്നു. നടക്കാനായിട്ടായാലും ഒക്കെ വരുമായിരുന്നു. ഇപ്പം വരക്കം കുറവാണ്. നാട്ടിൽ ചെന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു പ്ലേസ് ഇത് തന്നെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. കാലിന് ചെറിയൊരു ഫ്രാക്ചർ സംഭവിച്ചായിരുന്നു. അപ്പോഴേ അതെല്ലാം കഴിഞ്ഞു കുറേ ദിവസത്തിന് ശേഷമാണ് വന്ന് കോർണിഷ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഫീല് ഭയങ്കരമാണ്. ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഒരു ബെഞ്ച് കഴിഞ്ഞ് കിട്ടി. ഞങ്ങളവിടെ ഇരിപ്പായി. വരുന്നവരെയും പോകുന്നവരെയും എല്ലാം വായി നോക്കി വെറുതെ അവിടെ ഇരിക്കുകയാണ്. ദിച്ചൂട്ടൻ കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറക്കമായി. ഇപ്പോൾ സമയം ഏകദേശം 7:30-8 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. വെജ്മി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് പോണത്. എന്ന് വെച്ചാൽ ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. മസാല ദോശ, അതിൻ്റെ തന്നെ വെറൈറ്റീസ്, പിന്നെ ഗീ റോസ്റ്റ്, പൂരി, അങ്ങനത്തെ വിഭവങ്ങളാണുള്ളത്. ഇത് അച്ചുവേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇവിടുത്തെ ഗീ റോസ്റ്റൊക്കെ. അച്ചു അങ്ങനെ ഫേവറേറ്റായിട്ട് കഴിക്കുന്നത് ചുരുക്കമാണ്. അച്ചു ഭയങ്കര പാടാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ ഐറ്റംസ്, ഫിഷ് ഐറ്റം അതൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് അച്ചു ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് വെജ്മി റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ ഗീ റോസ്റ്റ് കഴിക്കാം. അപ്പം നമ്മളും ഓക്കെയാണ്. അതുകൊണ്ട് വീക്കെൻഡിൽ 1 ഡേ ഇവിടെ വരാറുണ്ട്. അവിടെ അച്ഛനും മോനും കൂടെ ഭയങ്കര കളി കിടക്കുകയാണ്. ദിച്ചുവിട്ടിനാണെങ്കിൽ ഇതുവരെ ഉണർന്നിട്ടുമില്ല. ദിച്ചുവിട്ടിനൊരു മങ്കിയെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മാസത്തോളമായി. അന്ന് തൊട്ട് അതിനെ താഴെ വെച്ചിട്ടില്ല. എവിടെ പോകണമെങ്കിലും ആ മങ്കി കൂടെ വേണം. ഫസ്റ്റ് ഫുഡ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആ മങ്കിക്ക് കൊടുക്കണം. ഭയങ്കര ഇഷ്ടമാണ് അതിനെ. ആ ഒരു ടോയ്, ഇങ്ങനെ ഒരു ടോയെ ഇഷ്ടപ്പെടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ചില കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കൂടെ ടോയ്സിനെ കൊണ്ട്, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അച്ഛന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു. അച്ഛൻ അങ്ങനെ ടോയ്സ് അങ്ങനെയൊന്നും കൊണ്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് ദിച്ചുവിൻ്റെ കാര്യത്തിൽ നമ്മളത് വിചാരിച്ചില്ല. ചുമ്മാ ഒരെണ്ണം മേടിച്ചു കൊടുത്തപ്പോൾ അന്ന് തൊട്ട് പിന്നെ അതിനെ താഴെ വെച്ചിട്ടില്ല. അങ്ങനെ ദിച്ചുട്ടൻ ഉറക്കമൊക്കെ ഉണർന്നു, കഴിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മദീന എന്ന് പറയുന്ന ഷോപ്പിലേക്ക് വന്നു. നമുക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. നമ്മൾ വീക്കിലിയാണ് ഇതേപോലെ സാധനങ്ങൾ മേടിക്കാറ്. മീനും ചിക്കനും അതേപോലെ പാലായാലും മുട്ടയായാലും
വെജിറ്റബിൾസ് ആയാലും അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിക്കുന്ന വീക്കിലിയാണ്. അങ്ങനെ അതിനും കൂടെ കയറിയേക്കാണ്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ കയറിയിട്ടില്ല. സാധനങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചേട്ടൻ റൂമിലെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ അച്ചുവേട്ടൻ്റെ സ്കേറ്റിങ് ഒന്നും കൂടെ പഠിപ്പിക്കാനായിട്ടൊക്കെ ഇറങ്ങുകയാണ്. എപ്പോഴും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുമ്പം സ്കേറ്റിംഗ് ഷൂ പഠിക്കാനൊന്നും പോക്ക് നടക്കത്തില്ല. എല്ലാ ദിവസവും പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അച്ചുവേട്ടൻ്റെ സ്കേറ്റിംഗ് ഷൂ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ചൊക്കെ തന്നെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. വീഴ്ചയുണ്ട്, വീഴുകയും ചെയ്യും, എന്നാലും തന്നെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. അവൻ കുറേ നാളുകൊണ്ട് പറയുന്നതാണ് സ്കേറ്റിംഗ് ഷൂ പഠിക്കണം. ഓരോ കുട്ടികളിങ്ങനെ ഓടിക്കുന്ന കാണുമ്പോഴത്തേക്ക് അപ്പം പിന്നെ ആവട്ടെ എന്ന് വെച്ച് പിന്നെ ഒരു ഷോപ്പിൽ പോയപ്പോൾ കണ്ടങ്ങ് വാങ്ങിയതാണ്. എന്തായാലും ആഗ്രഹം പോലെ തന്നെ നല്ലതുപോലെ ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് അത് ഓടിക്കാനായിട്ട്. നേരെ നോക്ക്, നേരെ നോക്ക്. ഇടത്തേക്കാല് എൻ്റെ അവിടെ പൊട്ടി, അതുകൊണ്ട് അത് ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈവനിങ് വ്ളോഗ് മാത്രമല്ല, ഒരു വീക്കെൻഡ് വ്ളോഗാണ്. എല്ലാ വീക്കെൻഡും നോർമലി ഇങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ഓ